നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ പലരും തെറ്റായ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, തെറ്റായ ദിവസങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. സഞ്ചയനത്തിന്റെ ദിവസം തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലാകട്ടെ, മരണാനന്തര കാര്യങ്ങൾ നടത്തുന്നതിലാകട്ടെ, ഇപ്പോഴത്തെ കർമ്മികൾക്കും ഒരു 90% ജ്യോത്സ്യന്മാർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഗാരുഡ പുരാണവും അതേപോലുള്ള മറ്റു ഗ്രന്ഥങ്ങളും ഒന്നും വായിക്കാത്തതിന്റെ ഒരു കുറവ് പലരിലുമുണ്ട്. അതേപോലെ തന്നെ ഈ ഗ്രന്ഥങ്ങളൊന്നും വായിക്കാത്ത, ജ്യോതിഷവുമായി യാതൊരു കുലബന്ധവുമില്ലാത്ത ജനങ്ങൾ പോലും അനാവശ്യമായി അഭിപ്രായം പറഞ്ഞ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ശീലിക്കുന്നുണ്ട്. അത് പലപ്പോഴും മരണം നടക്കുന്ന വീട്ടുകാരെ വളരെയേറെ വേദനിപ്പിക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് 27 നക്ഷത്രത്തിൽ 25 നക്ഷത്രവും മരണദോഷങ്ങൾ ഉള്ളതായിട്ടാണ്. ഇതൊക്കെ പിന്നീട് എഴുതി ചേർത്തതാണ്. ഒരു 25 വർഷത്തിനുള്ളിലാണ് ഇത്തരത്തിൽ മരണദോഷങ്ങൾ വ്യാപിച്ചത്. അതായത് ഇന്ന് ഏത് നക്ഷത്രത്തിൽ മരിച്ചാലും അത് ദോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാരെ ഭയപ്പെടുത്തുകയും അവരെ ഭീതിയിലാഴ്ത്തി അനാവശ്യമായിട്ടുള്ള പൂജകളിലേക്കും ചടങ്ങുകളിലേക്കും ഒക്കെ കൊണ്ടുപോയി മാനസിക സമ്മർദ്ദത്തിനും അതേപോലെ തന്നെ ചിലവ് വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ കാരണമാകും. സാധാരണക്കാരായ ആൾക്കാരെ പോലും ചൂഷണം ചെയ്ത് 25,000-വും 50,000-വും ഒക്കെ ഒരു മരണത്തിന്റെ പേരിൽ ചെലവാക്കുന്ന നിരവധി അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്റെ ചാനൽ കാണുന്നവരും അല്ലെങ്കിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ട്. അവരൊക്കെ എന്നോട് വിളിച്ചു ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ശരിയായിട്ടുള്ള ഉപദേശങ്ങൾ ചെയ്യാറുണ്ട്. പലർക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിന്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് കാശ് ചെലവാക്കുന്നതായിട്ടുള്ള അവസരങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ള ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ, അതേപോലെ തന്നെ ഇപ്പോഴത്തെ പല ആചാര്യന്മാരും ഈ കാര്യങ്ങളെയൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പല കാര്യങ്ങളിലും ജനങ്ങളിലേക്ക് വേണ്ട രീതിയിൽ എത്തുന്നില്ല. എന്റെ ഈ ചാനൽ കാണുന്ന ആർക്കെങ്കിലും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുവെങ്കിൽ അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം മരണാനന്തര കർമ്മങ്ങളിലെ ചൂഷണമാണ്. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ എന്റെ ഓർമ്മയിൽ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ വീഡിയോയ്ക്ക് താഴെ അതൊക്കെ കമന്റായിട്ട് അറിയിക്കുക. ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു പോകാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകാം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. സ്നേഹിക്കുന്ന ഒരാൾ വിട പറയുമ്പോൾ ആ ബന്ധുക്കൾക്ക് വളരെയേറെ വിഷമം ഉണ്ടാകുകയാണ്. ആ വേർപാടിന്റെ വിഷമങ്ങളിൽ നിന്ന് മാറുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്രഹരവും അവരിൽ എത്തുന്നു. അതായത് മരണാനന്തര ചടങ്ങുകളുടെ പേരിലുള്ള പ്രഹരം. ഈ അവസരത്തിൽ ധനസമ്പാദനത്തിനായി നമ്മെ സമീപിക്കുന്ന കാർമ്മികരെ നാം ശ്രദ്ധിക്കാതെ പോകരുത്. സഞ്ചയനം നടത്തേണ്ടത് 4-ാം ദിവസമോ അല്ലെങ്കിൽ 5-ാം ദിവസമോ ഒഴിവാക്കി 6 മുതലുള്ള ദിവസങ്ങളോ ആണ് എന്ന് നമ്മളുടെ ഗ്രന്ഥങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കെ, ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്കൊരു ചോദ്യം വന്നതാണ് ഇവിടെ ഞാൻ ആദ്യം പ്രതിപാദിക്കുന്നത്. 5-ാം ദിവസത്തെ കണക്ക് പറഞ്ഞുകൊണ്ട് ആ കർമ്മി അവരെ കൊണ്ട് വളരെയേറെ ചെലവ് വരുന്ന പൂജകൾ ചെയ്യിച്ചു. ചെലവേറിയ പൂജകൾ ചെയ്യുമ്പോൾ അവരുടെ ധനനഷ്ടം മാത്രമല്ല, അവരുടെ മാനസിക സമ്മർദ്ദമാണ് നാം പ്രഥമമായി പരിഗണിക്കേണ്ടത്. വേണ്ടത്ര വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വായനാശീലവും ഉള്ളതല്ല ഇപ്പോഴുള്ള 99% കർമ്മികളും. പലപ്പോഴും ജ്യോതിഷിയെ കണ്ട് പലരും കർമ്മത്തിനെ കുറിച്ച്, ഈ മരണത്തെക്കുറിച്ചും അതിന്റെ കർമ്മത്തെക്കുറിച്ചും അന്വേഷിക്കാറില്ല. ജ്യോതിഷിമാരും വേണ്ട രീതിയിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അങ്ങനെ വരുമ്പോൾ 2 തരത്തിലാണ് നമുക്ക് ചെയ്യാവുന്നത്. അറിവുള്ള ഒരു ജ്യോതിഷിയെ സമീപിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ കർമ്മിയെ വിശ്വസിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക. വളരെയേറെ പ്രഗത്ഭരായിട്ടുള്ള നല്ല അറിവുള്ള കർമ്മികളും ജ്യോതിഷന്മാരും ഉണ്ട്. അവരെയൊക്കെ മറന്നുകൊണ്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ 90% ആൾക്കാരും ഇതിൽ നിന്ന് വിഭിന്നമാണ്. അവര് കേവലം ഉപജീവനത്തിന് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വസുപഞ്ചക ദോഷം, പിണ്ടനൂൽ ദോഷം, അകനാൾ ദോഷം, പിറന്നാൾ ദോഷം, ഇരുമാസപ്പെട്ട് തുടങ്ങി നിരവധിയായിട്ടുള്ള ദോഷങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം 25 വർഷത്തിനുള്ളിൽ ഉണ്ടായതാണ്. നമ്മളുടെ ഗാരുഡ പുരാണത്തിൽ വസുപഞ്ചക ദോഷം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഏതൊക്കെയോ ആചാര്യന്മാർ പിണ്ടനൂൽ ദോഷത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. മറ്റു ദോഷങ്ങളൊക്കെ വളരെ അടുത്തായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് തന്നെ പറയണം. വസുപഞ്ചക ദോഷത്തിന് ചിലരൊക്കെ പഞ്ചമി ദോഷം എന്ന് തെറ്റായി പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് പഞ്ചമി തിഥിയിൽ മരിച്ചാലും ദോഷമായിട്ട് പറഞ്ഞിട്ട് വീണ്ടും മരണങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. എല്ലാ ദോഷങ്ങൾക്കും വീണ്ടും മരണം ഉണ്ടാകാനുള്ള സാധ്യതയായിട്ടാണ് ഇത്തരത്തിലുള്ള കർമ്മികൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഭയപ്പെടുത്തി കൂടുതൽ കാശുകൾ ചെലവാക്കിക്കുക. അതായത് വസുപഞ്ചക ദോഷം എന്ന് പറയുന്നത് അവിട്ടം മുതൽ രേവതി വരെയുള്ള
നക്ഷത്രങ്ങളിൽ മരിക്കുമ്പോഴാണ് അതിന് തിഥിയും ദിവസവും എല്ലാം ഒത്തുവരണം. അത് അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. എന്നാലും ഔട്ടം മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ മരിച്ചാൽ വീണ്ടും മരണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ് എല്ലാവരും ചെയ്യുക. അങ്ങനെ ദോഷങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 27 നക്ഷത്രത്തിലും മരിച്ചാൽ ദോഷമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ആ ദോഷങ്ങളുടെ പേര് പറഞ്ഞ് വീട്ടുകാരെ ഭയപ്പെടുത്തി മാനസിക സമ്മർദ്ദത്തിലാക്കി വലിയ തുക ചിലവഴിച്ചുകൊണ്ടുള്ള പരിഹാരങ്ങൾക്ക് അവർ നിർദ്ദേശം നൽകും. വസുപഞ്ചക ദോഷം പോലും നക്ഷത്രം മാത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ആ സത്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വസുപഞ്ചക ദോഷത്തെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ കാണുക. പഞ്ചമി തിഥി വന്നതുകൊണ്ട് മാത്രം ദോഷം സംഭവിക്കുന്നില്ല. പഞ്ചമി എന്നുള്ളത് മറ്റൊരു ദോഷമായി ഇപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഗ്രന്ഥങ്ങളുടെ പരിചയമില്ലാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് മരണത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. നമ്മളിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്ന പരമാത്മാവിന്റെ ചൈതന്യം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് മരണം. ഈ ചൈതന്യം ഒരിക്കലും നെഗറ്റീവ് എനർജിയായി പരിണമിക്കുന്നില്ല. ഇതൊരു പരമമായ സത്യമാണ്. ഈ സത്യത്തെ നാം അറിയാതെ പോകുന്നു. ഒരാൾ മരണപ്പെട്ടാൽ കേവലം 11 ദിവസം മാത്രമേ ആ ആത്മാവിന് പ്രസക്തിയുള്ളൂ. മരണാനന്തര കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും ആ ആത്മാവ് മോക്ഷഗതി പ്രാപിക്കുന്നതാണ്. അതുകൊണ്ടാണ് 11 ദിവസം പുലവാലായ്മകൾ ആചരിക്കുന്നത്. അത് പിന്നീട് 16 ദിവസം എന്നൊക്കെ തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ട്. പുല കഴിഞ്ഞാലും ഗണപതി ഹോമം പോലെയുള്ള കാര്യങ്ങൾ 16 ദിവസത്തിന് ശേഷമാണ് നടത്തേണ്ടത്. പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ വേദനയിൽ നിൽക്കുമ്പോൾ അതിനെ ധനസമ്പാദനത്തിന്റെ മാർഗമായി കാണുന്നവരെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മരണാനന്തര കർമ്മങ്ങളൊക്കെ ഭക്തിയോടുകൂടി ചെയ്യണം. പക്ഷേ ഭയമുണ്ടാകരുത്. ദോഷങ്ങളെക്കുറിച്ചുള്ള ഭീതിയിൽ വലിയ തുക ചിലവഴിക്കുന്നതുകൊണ്ട് ഫലം കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പൂർവികർ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ കൊളുത്തുന്നയാളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒന്നും കരയാതിരിക്കുക, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി ഭക്തി പുരസ്സരം ആ വ്യക്തിയുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖം പ്രകടിപ്പിക്കാതെ ആ കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ ഭക്തി വിശ്വാസത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കർമ്മങ്ങളാണ് ശ്രാദ്ധം. അത്തരത്തിൽ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ദോഷങ്ങളൊന്നും ബാധിക്കില്ല. ഇനിയും ഇത്തരത്തിലുള്ള ചൂഷണത്തിൽ നിന്ന് ആർക്കും ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നമുക്ക് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.